പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട. ഇപ്പോൾ 25 ലക്ഷം ചെറുതുരുത്തിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആർക്ക് വന്ന പൈസ? ആരാ ചെറുതുരുത്തിയിൽ ക്യാമ്പ് ചെയ്യണത്? വരുമാനമല്ലേ? അവിടെ നിന്നല്ലേ ഈ പൈസ മുഴുവൻ ഒഴുകുന്നത്? ആ 25 ലക്ഷത്തിൻ്റെ സോഴ്സ് ആരതാ? ആർക്ക് കൊണ്ടുവന്ന പൈസയാണ്? ഇപ്പോൾ കോളനികളിൽ പത്രക്കാർ ദയവായെന്ന് അന്വേഷിക്കണം. കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറില്ല. സാധാരണ സ്ലിപ്പ് കൊടുത്താൽ പോവുക. ആ കവറിൻ്റെ ഉള്ളിൽ സ്ലിപ്പിനോടൊപ്പം എന്താ? ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാണ്. ആരാ കൊടുക്കുന്നത്? അവിടെയാണ് വിഷയം. ഇവർ ഇതുവരെ പറഞ്ഞു നടന്നിരുന്ന എന്താണ്? കോളനികളുടെ വോട്ടിൽ ഒരു കുഴപ്പമില്ല. ഇത്രയും മോശമായ കോളനി വേറെ എവിടെയുള്ളത്? കേരളത്തിൽ കാണുമോ? ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ പോകുന്ന ആളാണ്. ആഫ്രിക്ക പട്ടിണി പാവങ്ങളിൽ. അവിടെയൊക്കെ ഓല മേഞ്ഞ പുല്ല് മേഞ്ഞ വീടാണെങ്കിലും അതിനൊരു മണ്ണിൻ്റെ ചുമരും എന്താ പറയുക, നിലമൊക്കെ ഒന്ന് മണ്ണിട്ട് മെഴുകിയ വീട്ടിൽ അവരൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ. ഇടതുമുന്നണി തന്നെ കൊടുക്കുന്ന പണം കൊടുക്കേണ്ടടുത്ത് അവരെത്തി. പണം മാത്രമല്ല, മദ്യം ഒഴുക്കാൻ പോകും അവർ. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇന്നലെ മിനിയാന്ന് 2 നേതാക്കന്മാർ, അതിൽ കോൺഗ്രസ് നേതാവുണ്ട്, CPM-ൻ്റെ നേതാവുണ്ട്. എന്തിനാണ് അൻവർക്കായി വെയിലും കൊണ്ട് ഈ കോളനി കൂടെയൊക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് ഇനിയും കോളനി മനസ്സിലായിട്ടില്ല. എന്നെ പഠിപ്പിക്കുക. അതൊക്കെ തലേ ദിവസം കൊടുക്കേണ്ട സാധനം ഞങ്ങൾ കൊടുക്കും. അതോടുകൂടി കഴിഞ്ഞ് വെറുതെ കോളനി പോയി വെയിലുള്ളണ്ട. ഈ മനോഗതമാണിവിടെ. ആ പാവപ്പെട്ട മനുഷ്യരെ മദ്യം വാങ്ങിക്കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന മനോഗതം. അത് UDF-നുണ്ട്, LDF-നുണ്ട്, BJP-ക്കുണ്ട്. ഈ മണ്ഡലത്തിൽ ആകെ നടക്കുന്ന അതാണ് സ്ഥിതി.